പുതിയ സെഗ്മെന്റ് തുടങ്ങിയല്ലോ ന്യൂസ് മലയാളത്തിന്റെ പ്രത്യേക വാർത്താ പരമ്പര VD അറിയാൻ. അപ്പം ഇതിലൂടെ സംസ്ഥാനത്തെ നെൽ കർഷകർ അനുഭവിക്കുന്ന ദുരിതം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മൾ അല്പസമയം മുൻപ് എത്തിച്ചിരുന്നു. ഇപ്പോൾ പാലക്കാട് നിന്ന് സച്ചിൻ വള്ളിക്കാട് നമുക്കിപ്പോൾ ചേരുന്നുണ്ട്. സച്ചിൻ ഒറ്റയ്ക്കല്ല, സച്ചിനൊപ്പം ഒരു നെൽ കർഷകൻ കൂടിയുണ്ട്. സച്ചിനിലേക്ക് പോകാം നമുക്ക്. സച്ചിൻ, ഗുഡ് മോർണിംഗ്. ഈ കർഷകർക്ക് എല്ലാ കാലവും ഏത് സർക്കാർ മാറി മാറി വന്നാലും നെൽ കർഷകരുടെ ദുരിതം ഒന്നും തീർന്ന് അവരെ ഒന്ന് ഹാപ്പിയായി കണ്ടിട്ടേയില്ല. ഇത്തവണയും അവർക്ക് ദുരിതമുണ്ട്, സങ്കടങ്ങൾ ബോധിപ്പിക്കാനുണ്ട്. പുതിയൊരു സർക്കാരാണ്, അതുകൊണ്ട് തന്നെ നിറയെ പ്രതീക്ഷകളും അവർക്കുണ്ടാകും. സേതു, പൊൻകതിർ വിളയുന്ന പാടങ്ങൾ എന്നാണ് നമ്മൾ നെൽകർഷകരെയും നെൽപ്പാടങ്ങളെയൊക്കെ വിശേഷിപ്പിക്കാറുള്ളത്. എന്നാൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി കണ്ണീർ പാടങ്ങളായി നെൽപ്പാടങ്ങൾ മാറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടി സാധിച്ചത്. അത് പ്രധാനമായും നെല്ലിൻ്റെ സംഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം തന്നെയാണ്. നമുക്കിപ്പം പാലക്കാട്ടെ മാത്തൂരിലെ കർഷകർ ചേരുന്നുണ്ട്. പ്രധാനമായും ഇപ്പോൾ സംഭരിച്ചിട്ട് എത്ര മാസമായി നെല്ല്? ഏപ്രിൽ 27-ാം തീയതി കൊണ്ടുപോയതാണ് നെല്ല്. ഇപ്പോഴും PRS എഴുതി കിട്ടിയിട്ടില്ല. അവർ ചോദിക്കുമ്പോൾ പറയുന്നത് ഇപ്പോൾ ഏത് ബാങ്കിലേക്ക് കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു കൺഫ്യൂഷൻ അവർക്ക് നിലനിൽക്കുന്നു. ഒരു വശത്ത് പറയുന്നു സഹകരണ സംഘത്തിലേക്ക് ആവാം, പിന്നെ വീണ്ടും ഒരു സംശയം പറയുന്നു പിന്നെ അത് നാഷണലൈസ്ഡ് ബാങ്കുകളിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വ്യക്തത ഇരുത്താത്തത് കാരണം ഇപ്പോഴും നമുക്ക് PRS കിട്ടിയിട്ടില്ല. ഞങ്ങൾക്കാണെങ്കിൽ ഇവിടെ വിളവിറക്കാനുള്ള സമയമായി. ഒന്നാം വിള ആ ഒന്നാം വിളയ്ക്ക് ഇപ്പോൾ ഞാറ്റടി തയ്യാറാക്കണം, അതുപോലെ തന്നെ ട്രാക്ടർ ഉഴുതുന്നതിന് അവർക്ക് പൈസ കൊടുക്കണം, അതുപോലെ തന്നെ വിത്ത് വാങ്ങണം എന്ന് തുടങ്ങിയ നിരവധി ആവശ്യങ്ങളാണ്. അപ്പോൾ ആ ആവശ്യങ്ങൾക്ക് പണമില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പോഴും. കഴിഞ്ഞ സീസണിൽ കൊണ്ട് സംഭരിച്ച നെല്ല് ഏപ്രിൽ 27-ന് സംഭരിച്ച് കൊണ്ടുപോയതാണ്. ഇപ്പോഴും PRS കിട്ടാത്തൊരവസ്ഥ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഞങ്ങൾക്ക് അടുത്ത വിളവിറക്കാൻ കഴിയും? വലിയ പ്രതിസന്ധിയിലാണ് കർഷകർ. അപ്പോൾ അതിനെക്കുറിച്ച് നേരത്തെ കൂട്ടി ഒരു തീരുമാനം എടുത്ത് കൃത്യമായിട്ട് അവർക്ക് സമയബന്ധിതമായിട്ട് ഇത് സംഭരിക്കുകയും അതുപോലെ തന്നെ കൃത്യമായിട്ട് അവർക്ക് പൈസ ലഭ്യമാക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ കാലാകാലങ്ങളായി ഉണ്ടാകുന്ന ഈ പ്രയാസങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു ഫണ്ട് മാറ്റി വെച്ചുകൊണ്ട് സംഭരിക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് കൃഷിക്കാരന് പൈസ കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ള പ്രത്യേക ഫണ്ട് മാറ്റി വെക്കണം. തീർച്ചയായിട്ടും ഈ ബഡ്ജറ്റിൽ തന്നെ ഒരു പ്രൊവിഷൻ കണ്ടുകൊണ്ട് ബഡ്ജറ്റിന് സംഭരണത്തിന് വേണ്ടി മാത്രം ഒരു പൈസ മാറ്റി വയ്ക്കുകയാണെങ്കിൽ അത് സംഭരണത്തിന് വേണ്ടി ഉപയോഗിക്കുകയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പൈസ കിട്ടുമ്പോൾ ആ അക്കൗണ്ടിലേക്ക് മാത്രം ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്താൽ ശാശ്വതമായി ഇതിനൊരു പരിഹാരമായി. അതല്ലാതെ ഇപ്പോൾ താൽക്കാലികമായിട്ട് ഒരു സംവിധാനം ഒരുത്തി ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സ്ഥിതിയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായത്. അത് ഈ ഗവൺമെൻറ് അത് കൃത്യമായിട്ട് പരിശോധിച്ച് അതിന് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് കൃഷിക്കാരുമായിട്ടും അതുപോലെ തന്നെ മില്ലുടമകളുമായിട്ടും ഒരു കൂടിയാലോചന നടത്തി അതിനൊരു വ്യക്തത വരുത്തി മുന്നോട്ട് പോയാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. ഇപ്പോൾ പുതിയ സർക്കാർ അധികാരത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരു പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും ആ ഒരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. ആ പ്രതീക്ഷ പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാറ്റടി തയ്യാറാക്കണം, പിടിക്കുന്നതിന് പൈസ ഇല്ലാണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സർക്കാരാണെങ്കിൽ നേരത്തെയുള്ള സർക്കാർ തീരുമാനം എടുത്തു, അതിൽ ഇപ്പോൾ ഒരു ഏതിലേക്ക് കൊടുക്കണം എന്നുള്ള തീരുമാനം ഇല്ലാണ്ട് നിൽക്കണം. PRS അടിച്ച് കിട്ടിയില്ല. PRS അടിച്ച് കിട്ടിയെങ്കിൽ നമുക്ക് അപ്പോൾ എന്തായാലും 100% ഇപ്പോൾ ഒരു സർക്കാർ വരുമ്പോൾ ഒരു പ്രതീക്ഷ, ആ പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഞങ്ങളിങ്ങനെ ശ്വാസം മുട്ടി നിൽക്കുന്നത്. അത് കിട്ടുമെന്നൊരു വളരെ ആശ്വാസമുണ്ട്. ഇപ്പോൾ സർക്കാർ കയറിയിട്ട് കുറച്ച് ദിവസങ്ങളല്ലേ ആയുള്ളൂ. അതിനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കണം എന്നൊരു നല്ലൊരു ആത്മവിശ്വാസമുണ്ട് എന്ന് പ്രതീക്ഷിക്കണം. ഇപ്പോൾ നിലവിൽ സംഭരണ വില 30 രൂപയാണ്. അത് 35 രൂപയാക്കുമെന്നാണ് UDF സർക്കാർ വാഗ്ദാനം ചെയ്തത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു ന്യായമായ വിലവർദ്ധനവ് അതിലുണ്ടായെങ്കിൽ മാത്രമേ കാർഷിക മേഖലയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. ഇപ്പം തന്നെ ഇനി വിലവർദ്ധനവ് വരാൻ പോവുക. രാസവളത്തിന്, ട്രാക്ടറിൻ്റെ വാടക, കൊയ്ത്ത് മെഷീൻ്റെ കാര്യം, അതുപോലെ തന്നെ തൊഴിലാളികളുടെ വേതനം എന്ന് തുടങ്ങി പെട്രോളിനിപ്പം വീണ്ടും വില കൂടി. അതെ, ആ വില കൂടുന്നതൊക്കെ ബാധിക്കുന്നത് കൃഷിക്കാരനെയാണ്. അപ്പോൾ എന്ത് നഷ്ടങ്ങൾ വരികയാണെങ്കിലും അത് കൃഷിക്കാരൻ്റെ ചുമലിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായത്. അതിന് ഏക പരിഹാര മാർഗം അതിൻ്റെ റീസണബിളായിട്ട് കഴിയുന്ന എക്സ്പെൻസ് എത്ര വരുന്നോ അല്ലെങ്കിൽ ചിലവ് വരുന്നതിനനുസരിച്ച് ആനുപാതികമായ ഒരു വർധന ഉൽപ്പന്നത്തിന് കിട്ടിയെങ്കിൽ മാത്രമേ, അല്ലാതെ എങ്ങനെ ഞങ്ങൾക്ക് ചെയ്തു പോയാൽ കഴിയും? അപ്പോൾ ഇത് ഒരു കാരണവശാലും ഇതിൻ്റെ കൃത്യമായ ഒരു പഠനം നടത്തി ഇപ്പോൾ സിവിൽ സപ്ലൈസിൻ്റെ കണക്കിൽ അതുപോലെ തന്നെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണക്കിൽ തന്നെ ഉണ്ടാവുമല്ലോ. അവർക്ക് ഒരു ഏക്കർ ചെയ്യണമെങ്കിൽ എത്ര പൈസ ചിലവാകും എന്ന് മാത്രം പരിശോധിച്ചാൽ മതി. ഗവൺമെൻറ്റിൻ്റെ തന്നെ അതിൻ്റെ കണക്കുണ്ട്, ഞങ്ങൾ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് സർക്കാരിൻ്റെ സംവിധാനം അനുസരിച്ച് അവരുടേതായിട്ടുള്ള പിന്നെ ഈ നെൽകൃഷി ചെയ്യുന്ന മേഖലകളുണ്ടല്ലോ, അവരുടെ ഈ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ്, ആ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു ഏക്കറയ്ക്ക് എത്ര പൈസ ചിലവ് വരുന്നു അതിനനുസരിച്ച് അതൊരു മാനദണ്ഡമായിട്ട് എടുത്ത് കൃഷിക്കാരൻ അതിനനുസരിച്ച് ആനുപാതികമായ ഒരു ആദായം ഉണ്ടാകുന്ന തരത്തിൽ സ്വാമിനാഥൻ കമ്മീഷൻ പറഞ്ഞതുപോലെ ഒരു റീസണബിൾ ആയിട്ട് റേറ്റ് ഒരു ആദായം ഉണ്ടാകുന്ന. സച്ചിൻ പ്രതികരണം എടുക്കൂ. സച്ചിനിലേക്ക് മടങ്ങി എത്താൻ പറഞ്ഞ പോലെ തന്നെ നെൽകർഷകർ അവരുടെ ദുരിതം പറയുകയാണ്. അപ്പം ഇക്കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ തന്നെ ശ്രദ്ധയിലേക്ക് എത്തിക്കുകയാണ് ഞങ്ങൾ. ഒരു നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി.